Hi everyone, welcome back to Eduooz Academy. So, ഇന്ന് നമുക്ക് കുറച്ച് questions discuss ചെയ്യാം. Okay, previously asked ആയിട്ടുള്ള questions ആണ് previous year question paper 131/2024 question paper discuss ചെയ്യാൻ പോവാണ്. കുറച്ചൊരു അഞ്ച് questions ഉള്ളൂ. So, എല്ലാവരും ഒന്ന് മനസ്സിരുത്തി നോക്കുക, ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി എല്ലാവരും. ഓക്കെ, നോക്കാം നമുക്ക്. First question, hemoglobin formation starts in which stage of RBC formation? Okay, hemoglobin formation ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? ഓർമ്മയുണ്ടോ ഹിമോഗ്ലോബിൻ ഫോർമേഷൻ ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് എന്ന്? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് ഇത്. ഓക്കെ, സോ ദ ഓപ്ഷൻസ് ആർ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ഓപ്ഷൻ ബി പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ഓപ്ഷൻ സി റെറ്റിക്കുലോസൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ്? പഠിച്ചവർക്ക് ഓർമ്മ കിട്ടുമല്ലേ? പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് ആണ് ആൻസർ. ഓക്കെ, സോ ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. നോക്കാം നമുക്ക് ആ എളുപ്പ വഴി എങ്ങനെയാന്ന്. നമുക്കൊരു നിമോണിക്സ് നോക്കി വെക്കാം. ഓക്കെ, നിമോണിക്സ്, പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് ഏർലി. ഇതാണ് നമ്മളെ നിമോണിക്. എന്തായിരുന്നു? പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് early. Okay, 6 words ഉണ്ട്. Please bring pretty oranges right early. എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. Please bring pretty oranges right early. Okay, ഈ വേർഡ്സ് ഇങ്ങനെ പറയുമ്പോൾ അത് മനസ്സിൽ നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടുവരിക. ഓക്കെ, എന്താ പറയാ, നമ്മളെ പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് ഏർലി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ്, ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പറയാണ്ട് പ്ലീസ് ബ്രിങ് ആ ഒരു ഓരോരോ വേർഡ്സും ഉള്ളിൽ എടുത്തിട്ട് തന്നെ നമ്മളെ ബ്രെയിനിൽ നന്നായിട്ട് അങ്ങ് ഉറപ്പിച്ചിട്ട് പറയാം. ഓക്കെ, എന്നാലേ കാര്യമില്ലു. അല്ലെങ്കിൽ നിങ്ങളിപ്പോ 2 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം മറന്നുപോകും. അതിനേക്കാളും നല്ലത് പറയുമ്പോ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോ നന്നായിട്ട് ഓർമ്മിച്ചെടുക്കുക. ഓക്കെ, ബ്രെയിനിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക ഈ ഒരു നിമോണിക്സ് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായിരുന്നു നിമോണിക്സ്? പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് ഏർലി. ഓക്കെ, സോ 6 സ്റ്റേജസ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, പ്രോ എരിത്രോബ്ലാസ്റ്റ് അല്ലെ? പി സ്റ്റാൻഡ്സ് ഫോർ പ്രോ എരിത്രോബ്ലാസ്റ്റ്, ബി സ്റ്റാൻഡ്സ് ഫോർ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്, P stands for polychromatic normoblast, and O stands for orthochromatic normoblast, and R stands for reticulocyte, and early in the E stands for erythrocyte. Okay, അവിടെയാണ് നമ്മളെ mature RBC ഉള്ളത്. Okay, so please bring pretty oranges right early. അതാണ് നമ്മളെ നിമോണിക്സ്. ഇടയ്ക്കൊന്ന് മെമ്മറൈസ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് ഏർലി അല്ലെ? പി സ്റ്റാൻഡ്സ് ഫോർ പ്രോ എരിത്രോബ്ലാസ്റ്റ്, ബി ബ്രിങ്ങിന്റെ ബി സ്റ്റാൻഡ്സ് ഫോർ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്, ദെൻ പ്രിറ്റി. ഓക്കെ, പ്രിറ്റി സ്റ്റാൻഡ്സ് ഫോർ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ആൻഡ് ഓ സ്റ്റാൻഡ്സ് ഫോർ ഓറഞ്ചിന്റെ ഓ സ്റ്റാൻഡ്സ് ഫോർ orthochromatic normoblast, and R stands for reticulocyte. കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടി ഉണ്ടല്ലേ, 6 ഉള്ളത്. ആൻഡ് ഏർലിന്റെ E stands for erythrocyte അല്ലെങ്കിൽ early erythrocyte, like erythrocyte. ഓക്കെ, നമ്മളെ ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള മെച്ചുവേർഡ് RBC. ഓക്കെ, സോ ഇതാണ് നമ്മളെ നിമോണിക്സ്. എല്ലാവരും പഠിച്ചോ? മെമ്മറൈസ് ചെയ്യാ, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. എന്തായിരുന്നു? പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് ഏർലി. അപ്പൊ ഈ പ്രിറ്റി ഓറഞ്ച്, ഓക്കെ, ഈ പ്രിറ്റി ഓറഞ്ച് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ആണ്, പ്രിറ്റി ആണ് അല്ലെ? കാണാൻ നല്ല പ്രിറ്റി ഉള്ള ഓറഞ്ച് ആണ്.
അല്ലെ? നല്ല ഭംഗിയില്ല പ്രിട്ടി ഓറഞ്ച് ആണ്. സോ ഈ നല്ല ഭംഗിയില്ല അല്ലെങ്കിൽ പ്രിട്ടി, ഓക്കെ, ഈ പ്രിട്ടി ടൈമിലാണ് എന്ത് സിന്തസൈസ് തുടങ്ങുന്നത്? ഹീമോഗ്ലോബിന്റെ സിന്തസൈസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ HB സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ, HBന്റെ പ്രൊഡക്ഷൻ. അതുവരെ ആരായിരുന്നു ഉണ്ടായത്? HB ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ? നമ്മൾ HB ഒന്നും ഉണ്ടായില്ല. ന്യൂക്ലിയസും നമ്മളെ ഏതാണ് ന്യൂക്ലിയസ് ഒക്കെയാണ് ഉണ്ടായത്, പ്രോമിനന്റ് ആയിട്ട് ഉണ്ടായത്. ഈ ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെല്ലെ 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 ഡിജനറേറ്റ് ആയി പോവും. നമ്മളെ HBന്റെ പ്രൊഡക്ഷൻ അല്ലെ, നമ്മളെ പ്രിട്ടി അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജിൽ HBന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ടാണ്. പിന്നെ ഓറഞ്ചസ് അല്ലെ, ഓർത്തോ ക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്, ഓറഞ്ചസിന്റെ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റിൽ HBന്റെ അളവ്, ഓക്കെ, ആ ഒരു സിന്തസൈസ് ചെയ്തതിന്റെ അളവ് കൂടും. ഓക്കെ, പീക്കിലെത്തും, ഏറ്റവും ഹൈയിലെത്തും. ബാക്കിയുള്ളത് റെറ്റിക്കുലോസൈറ്റില് HB ഫോർമേഷൻ കംപ്ലീറ്റ് ആവും. ആൻഡ് എറിത്രോസൈറ്റ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ, എറിത്രോസൈറ്റ് എന്ന് പറയുന്ന RBC, മെച്ചുവേർഡ് ആയിട്ടുള്ള RBCനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു നിമോണിക്സ് എല്ലാവരും ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഓരോരോ സ്റ്റേജസും ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഹീമോഗ്ലോബിൻ സിന്തസിസ് ബിഗിൻസ് അറ്റ് ദ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇത് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജ് ഡ്യൂറിങ് എറിത്രോപോയസിസ്. ഓക്കെ, എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാല് നമ്മളെ RBC ഫോർമേഷനില് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റെപ്സ് ആണ് നമ്മൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അല്ല, ജസ്റ്റ് ഒരു റഫ് ആയിട്ട് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഏതാണ്? ഫസ്റ്റ് വൺ, പ്രോ എറിത്രോബ്ലാസ്റ്റ്, ദ ഏർലിയസ്റ്റ് കമ്മിറ്റഡ് പ്രിക്കേഴ്സേഴ്സ്. ഓക്കെ, ആ ഒരു പ്രിക്കേഴ്സേഴ്സ് ആണ് പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല്. സെക്കൻഡ് വൺ, ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് പറയുന്നത് ഹീമോഗ്ലോബിൻ സിന്തസിസ് നടന്നില്ല. ഓക്കെ, അവിടെ സിന്തസിസ് ഒന്നും നടന്നില്ല. ഇന്റൻസ് ആയിട്ടുള്ള ബേസോഫിൽസിനെ കാണാം നമുക്ക്. ഓക്കെ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് RNA പ്രസൻസ് കാരണം ബേസോഫിൽസ്, ഓക്കെ, ബേസോഫീലിയ ഉണ്ടാവും, ഇന്റൻസ് ബേസോഫീലിയ ഉണ്ടാവും. പക്ഷെ ഹീമോഗ്ലോബിൻ സിന്തസിസ് ഇതുവരെ ആയിട്ടും അവിടെ തുടങ്ങിയില്ല. ഓക്കെ, ദാറ്റ് ഈസ് ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. അപ്പം നമ്മള് പ്ലീസ് ബ്രിങ് ആ ഒരു നിമോണിക്സ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്ലീസ് ബ്രിങ് പ്രിറ്റി ഓറഞ്ചസ് റൈറ്റ് ഏർലി. ഓക്കെ, അങ്ങനെ ഇടക്കിടക്ക് ഒന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ, നൗ തേർഡ് വൺ, പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് നമ്മളെ ഹീമോഗ്ലോബിൻ സിന്തസിസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ, പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. ഈ സ്റ്റേജിൽ നമ്മളെ ഹീമോഗ്ലോബിൻ സിന്തസിസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി. ഓക്കെ, ബാക്കി എല്ലാവരും പോയി എന്നല്ല, ബാക്കി RNAയും ബേസോഫിലിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്ന് ഡിം ആവാൻ തുടങ്ങി. അവരെ ആദ്യത്തെ പോലെ അത്ര ആക്റ്റീവ് അല്ല. കാരണം ഹീമോഗ്ലോബിന്റെ സിന്തസിസ്, ഹീമോഗ്ലോബിൻ ഇങ്ങനെ മെല്ലെ മെല്ലെ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരൊന്ന് ഡിമ്മായി, ഒന്ന് ഡൗൺ ആയി. ഓക്കെ, ആ ഒരു ഡൗൺ ആവുമ്പോ അവരെ കളറെല്ലാം ഒന്ന് ഗ്രേഷ് കളറായി. അപ്പൊ ഹീമോഗ്ലോബിന്റെ കളർ ഒന്ന് പിങ്കിഷ് കളറായിട്ട് മെല്ലെ ഒന്ന് ഡെവലപ്പ് അല്ലെങ്കിൽ മെല്ലെ ഒന്ന് സിന്തസൈസ് ചെയ്ത് വരാൻ തുടങ്ങി. ഓക്കെ, അതാണ് നമ്മളെ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റിൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഏറ്റവും കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു അല്ലേ, ഓറഞ്ച് അല്ലെ. ആദ്യം എന്തായിരുന്നു? പ്രിട്ടി എന്ന് പറയുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ വരാൻ പോവാന്ന്. ഓക്കെ, ജസ്റ്റ് ഹീമോഗ്ലോബിൻ ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് വരാൻ പോവേന്ന്. നെക്സ്റ്റ് സ്റ്റേജിലാവുമ്പോ അത് നല്ല ഓറഞ്ച് ആയിട്ട് മാറിയല്ലേ, ഓറഞ്ച്. അതാണ് ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് സ്റ്റേജ്. അതിന്റെ ഹീമോഗ്ലോബിൻ കണ്ടന്റ് കൂടി. ഓക്കെ, നെക്സ്റ്റ് വൺ, റെറ്റിക്കുലോസൈറ്റ്. ഇവിടെ എന്തായി? കംപ്ലീറ്റ് ആയിട്ട് ന്യൂക്ലിയസ് ഒന്നും ഇല്ലാണ്ടായി. പിന്നെ റെസിഡ്യുവൽ RNA, ചെറിയ കുറച്ചൊരു റെസിഡ്യുവൽ ആയിട്ടുള്ള RNAs ഉണ്ടാവും. ബട്ട് അവര് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, റെസിഡ്യുവൽ RNA ആണ്. പിന്നെ ഹീമോഗ്ലോബിൻ കുറച്ചുകൂടി എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ആവാൻ തുടങ്ങി ഹീമോഗ്ലോബിൻ സിന്തസിസ്. ഓക്കെ, നെക്സ്റ്റ്
Sixth one is mature erythrocyte. Okay, matured ആയിട്ടുള്ള ഒരു RBC. Okay, early എന്ന് നമ്മൾ പറഞ്ഞില്ലേ erythrocyte. അപ്പോൾ matured RBC അല്ലെങ്കിൽ fully hemoglobinized RBC ഫോം ചെയ്തു. അവിടെ ഒന്നുമില്ല ന്യൂക്ലിയസോ RNAയോ ഒന്നും പ്രസന്റ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Neutrophil lobe counting is called. Neutrophils ലോബിനെ കൗണ്ട് ചെയ്യുന്ന മെത്തേഡിനെ എന്താ വിളിക്കുക? Adneth count, Addis count, AEC അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കൗണ്ട്. ഏതാണ് അറിയാല്ലേ? Adneth കൗണ്ട് ആണ്. ബാക്കി Addis കൗണ്ടും AEC കൗണ്ടും ഒക്കെ വേറെയാണല്ലേ. ഡിഫറൻഷ്യൽ കൗണ്ട് ഒക്കെ നമ്മൾ ബ്ലഡിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ നോക്കുന്ന ബ്ലഡ് എത്ര സെൽസിലൊക്കെ എത്ര ഉണ്ട്. പിന്നെ AEC കൗണ്ട് പറയുന്നത് നമ്മളെ അബ്സല്യൂട്ട് ഈസ്നോഫിലിക് കൗണ്ട് ആണ്. ഈസ്നോഫിലിയ ഓക്കെ, ഈസ്നോഫിൽസിന്റെ മെഷർ ചെയ്യുന്നത്. ന്യൂട്രോഫിൽസിനെ അല്ല, ഈസ്നോഫിൽസിന്. അതൊന്ന് നിങ്ങളെ മനസ്സിൽ ഓർത്തു വെക്കണം. ഓക്കെ, അഡിഡസ് കൗണ്ട് എന്ന് പറഞ്ഞാല് എലമെന്റ്സ് ഇൻ യൂറിൻ. ഓക്കെ, യൂറിനിലുള്ള എലമെന്റ്സിനെ കൗണ്ട് ചെയ്യുന്നത് ലൈക്ക് WBC, RBC അല്ലെങ്കിൽ കാസ്റ്റ് സെൽസ് ഉണ്ടോ എന്നെല്ലാം നോക്കുന്നതാണ്. ഓക്കെ, എർനെറ്റ് കൗണ്ട് ആണ് നമ്മൾ ലോബ്സിനെ കൗണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എർനെറ്റ് കൗണ്ട് is the method used to assess the number of lobes in the nuclei of neutrophils. It helps in evaluating the maturity of neutrophils and can indicate conditions like infections or bone marrow activity changes. ഓക്കെ, എന്തെങ്കിലും ഒരു മെച്യൂരിറ്റി പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്നറ്റ് കൗണ്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അതർ ഓപ്ഷൻസ്. അഡിഡസ് കൗണ്ട് ഞാൻ പറഞ്ഞു, മെഷേഴ്സ് ദ എലമെന്റ്സ് ലൈക്ക് RBC, WBC in the urine. Okay, then AEC, absolute eosinophilic count, used to measure eosinophils and not the neutrophils. Okay, then next one is differential count. Differential count എന്താ ചെയ്യുന്നത്? Percentage of WBC അല്ലേ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ലോബ്സിനെ ഒന്നല്ല WBCന്റെ ഒക്കെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്റർലൂക്കിൻസ് ആർ സെക്രീറ്റഡ് ബൈ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ. T സെൽസ് ആണോ, ഡെൻഡ്രൈറ്റിക് സെൽസ് ആണോ, മാക്രോഫേജസ് ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ഇന്റർലൂക്കിൻസ് ലൈക്ക് IL-7, IL-22, 12, 6, 4 ഇതൊക്കെ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? T സെൽസ് ആണോ, ഡെൻഡ്രൈറ്റിക് സെൽസ് ആണോ, മാക്രോഫേജസ് ആണോ? ഓൾ ഓഫ് ദി അബവ് അല്ലേ ആൻസർ അല്ലെ. എല്ലാവരും ഈ പറയുന്ന മൂന്ന് പേരും ഒരുപോലെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇന്റർലൂക്കിൻസിനാ. ഓക്കെ, so interleukins are group of cytokines that are primarily involved in immune regulation അല്ലേ. അതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നമ്മളെ വൈറ്റ് ബ്ലഡ് സെൽസിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ ഇന്റർലൂക്കിൻസ് അല്ല. അങ്ങനെയാണ് നമ്മളെ ഹോൾ ബോഡീനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ T സെൽസ് എന്തൊക്കെ എക്സാമ്പിൾസ് ആണ്, എന്തൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഇന്റർലൂക്കിൻ 2, 4, 10 and 17 സെക്രീറ്റ് ചെയ്യുന്നത് T സെൽസ് ആണ്. ദെൻ ഡെൻഡ്രൈറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇന്റർലൂക്കിൻ 12, 23. ഓക്കെ, 12 and 23 സെക്രീറ്റ് ചെയ്യുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ്. ദെൻ മാക്രോഫേജസ് ഇന്റർലൂക്കിൻ 1, 6 and 12. സോ ഈ നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, മേ ബി ചിലപ്പോ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലോ അല്ലെ. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് വേണം അവര് തിരിച്ചു മറിച്ചെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുടുങ്ങിപ്പോവും. സോ ഈ ഒരു നമ്പേഴ്സ് ഒന്ന് ഓർത്തു വെക്കുക. ക്ലിയർ? സോ ഇന്റർലൂക്കിൻ 2, 4, 10, 17, 2, 4, 10, 17 T സെൽസ്. ദെൻ ഡെൻഡ്രൈറ്റിക് സെൽസ് പറയുമ്പോൾ 12ഉം 24 അല്ല 23 ഡെൻഡ്രൈറ്റിക് സെൽസ് 12 and 23. പിന്നെന്താ ഇല്ലേ? മാക്രോഫേജസ്. ഓക്കെ, 1, 6 and 12. ആ ഒരു 6ന്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് 1, 6 and 12 is macrophages. Dendritic cells പറയുമ്പോൾ interleukin 12, 24 അല്ല 23. Then T cells പറഞ്ഞാല് 2, 4, 10 and 17. ആ ഒരു നമ്പേഴ്സ് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഓർമ്മിച്ചു വെക്കുക. Clear? So all of these immune cells contribute to interleukin production depending on the immune response requirement. Next question. Basophilia is common in option A allergy, C chronic myeloid leukemia CML and C typhoid, D both A and B. ഏതാണ് ആൻസർ? ബേസോഫീലിയ കോമൺ. ഓക്കെ, ഏതിലാണ് ബേസോഫീലിയ കോമൺ ആയിട്ട് കാണിക്കുന്നത്?
അലർജിയിലും കാണിക്കുന്നുണ്ട്, CML-ലും കാണിക്കുന്നുണ്ട് അല്ലെ. ടൈഫോയിഡിലുണ്ടോ? ടൈഫോയിഡിലില്ല. ഈ രണ്ടെണ്ണത്തിലാണ് ബേസോഫീലിയ കാണിക്കുന്നത്. ഓക്കെ, ടൈഫോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് ലുക്കോപീനിയ അല്ലെ. ബേസോഫീലിയ അല്ല, ലുക്കോപീനിയ ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടില്ല ഏത് ടൈഫോയിഡ് പറയുന്നത്. ഓക്കെ, ദെൻ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്നത് ബേസോഫിലിക് സ്ട്രക്ചർ എന്തായാലും കാണിക്കും. ദെൻ അലർജീസിൽ ഒക്കെ, അലർജിക് റിയാക്ഷനിലൊക്കെ ബേസോഫിലിക് സ്ട്രക്ചേഴ്സ് കാണിക്കാം. Okay, basophilia refers to an increased number of basophils in the blood and is commonly seen in allergy, CML. Okay, allergy, basophils releases histamine and other mediators during allergic reactions. അല്ല, ഹിസ്റ്റാമിൻസും കാര്യങ്ങളൊക്കെ റിലീസ് ഔട്ട് ചെയ്യും. Then CML, chronic myeloid leukemia, marked basophilia is a classic hematologic finding in CML. Okay, other options typhoid വരുന്നുണ്ട്. Typhoid, it is typically associated with leukopenia and not basophilia. Okay, next poem. Next question. Legal test is done in detection of. Legal test ചെയ്യുന്നത് ഏതാണ്? Easy question അല്ലേ? Ketone bodies acetone കാണാൻ അല്ലേ? Ketone bodies ആണ് answer. So option A bile pigment, option B bile salt, option C ketone bodies and option D galactose. ഏതാണ് ആൻസർ? ketone bodies. ചില ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോ വായിച്ചു അല്ലെ, ബൈൽ സോൾട്ട്, ബൈൽ പിഗ്മെന്റ് ഒക്കെ വരുമ്പോ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. Legal's test is a chemical test used to detect ketone bodies and it is mainly acetone in the urine. It involves sodium nitroproside in a alkaline medium and a purple or a red color that indicates the presence of ketone bodies. Okay, ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ എന്താണ്? ബൈൽ പിഗ്മെന്റ് പറഞ്ഞു, ബൈൽ സോൾട്ട് പറഞ്ഞു, ഗാലക്ടോസ് പറഞ്ഞു. ബൈൽ പിഗ്മെന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഫൗഷിറ്റ്സ് ടെസ്റ്റ് ഓർ ഗംലിൻ ടെസ്റ്റ്. ഓക്കെ, ദെൻ ബൈൽ സോൾട്ട് ഡിറ്റക്ഷൻസ് വെച്ചാൽ ഹെയ്സ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതെല്ലാം നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കുറെ കണ്ടതാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയവരാണെങ്കിൽ എന്തായാലും എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അന്ന് ലാസ്റ്റ് പ്രീവിയസ്ലി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു നിങ്ങളായിട്ട്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. ഓക്കെ, ഗാലക്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ ബെനഡിക്ട് ടെസ്റ്റ് ആണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ പോർഷൻ വെറും 5 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ലൂ. സോ എല്ലാവരും ഒരു 10 മിനിറ്റ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഒന്ന് മനസ്സിരുത്തിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ, ഓക്കെ, ഡിസ്കസ് ചെയ്തത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, എന്തായാലും നിങ്ങളെ എന്തായാലും ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളെ നോളജ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, സോ എല്ലാവരും ഒന്ന് പഠിക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.